നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു കൂർക്കത്തോരനാണ്. കയ്യിൽ കറ പുരളാതെയും എളുപ്പത്തിൽ അതിൻ്റെ തോട് കളയുന്നതിനും പറ്റിയൊരു എളുപ്പമാർഗവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കൂർക്ക ഉലർത്തിയത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അത് നന്നാക്കി എടുക്കുന്നതും കയ്യിൽ കറ പുരളാതെ നല്ല രീതിയിൽ അത് നുറുക്കിയെടുക്കാനുമുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനടക്കം ഒട്ടുമിക്ക എല്ലാവർക്കും കൂർക്ക ഉലർത്താൻ അല്പം മടിയുണ്ട്. അപ്പം നമുക്ക് ആ മടിയൊക്കെ മാറി ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ അതിനുള്ള എളുപ്പ വഴിയാണ്. കയ്യിൽ ഒട്ടും കറ പുരളില്ല, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനും ഒക്കെ ഉള്ള ഒരു എളുപ്പ മാർഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലൊരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമെടുത്ത് ഈ കൂർക്ക നല്ല രീതിയിൽ കഴുകി, ഒട്ടും തന്നെ മണ്ണോ ചെളിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇടുക. കഴുകുന്നത് നല്ല രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ മണ്ണുണ്ടാവും. ഒട്ടും തന്നെ മണ്ണുണ്ടാവരുത്. അതിനുശേഷം ഈ കൂർക്കയ്ക്ക് നിരക്കെ വെള്ളം ഒഴിച്ചിരിക്കണം. പിന്നെ ഇതിന് പാകത്തിന് ഉപ്പിട്ടിരിക്കണം. അതിനുശേഷം ഈ കുക്കർ അടച്ച് ഒരു വിസില് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തീ ഓഫാക്കണം. ഈ കുക്കർ ഒരു വിസിൽ അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി. ഇപ്പോൾ അത് 15 മിനിറ്റായി. കുറച്ചൊക്കെ ആവിയുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം കുക്കർ തുറന്ന് നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനെ ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് തണുത്ത വെള്ളം എടുത്തിട്ട്, ഐസ് വെള്ളമൊന്നുമല്ല, സാധാ വെള്ളം എടുത്ത് അതിലേക്ക് മാറ്റുക. ഒരു 2 മിനിറ്റ് നേരം ഈ തണുത്ത വെള്ളത്തിൽ കിടന്നു. അതിന് ശേഷം ഇതുപോലെ നമുക്ക് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി തോല് പൊളിക്കില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. നല്ല എളുപ്പത്തിൽ ഇങ്ങ് പോരും. കണ്ടോ, ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലെ എല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ആവശ്യത്തിന് നമ്മുടെ അളവനുസരിച്ച് ചെറുതാക്കുവോ കുറച്ച് വലുതാക്കുവോ എന്ത് വേണമെങ്കിലും രീതിയിൽ ചെയ്തുണ്ടോ. നല്ല എളുപ്പത്തിൽ ഇങ്ങ് പോരും. അധികം വെന്തും പോയിട്ടില്ല. പിന്നെ ചോദിക്കുക, ഇത് പുഴുങ്ങി ഇതിൻ്റെ സത്ത് മുഴുവൻ പോവില്ലേ എന്നൊക്കെ. നമ്മളിത് തൊണ്ടോടുകൂടി തന്നെയാണല്ലോ പുഴുങ്ങുന്നത്. അപ്പോൾ പൊട്ടറ്റോ ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പുഴുങ്ങിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരുപാട് പോഷകാംശമൊന്നും പോകും എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടോ, ഇതുപോലെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കയ്യിൽ കറയാകില്ല. ഇത് വേണ്ട, നല്ല എളുപ്പമാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, നല്ല സുഖമായിട്ട് ഇങ്ങ് പോരും. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ഫീൽ ചെയ്തെടുക്കാൻ കിട്ടും. ഈ കൂർക്കയുടെ തോലെല്ലാം കളഞ്ഞ് നമ്മളിതുപോലെ അരിഞ്ഞെടുത്തു, ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തു. ഇനി ഇതൊന്ന് ഉലർത്തിയെടുത്താൽ മതി. ഉലർത്താൻ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ മെയിനായിട്ടും കാണിച്ചത് അതിൻ്റെ തോല് കളയുക എളുപ്പമാർഗം, കയ്യിൽ കറ വരലാതെ എളുപ്പത്തിലൊരു മാർഗം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത്. ഇനി ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. കൂർക്കയ്ക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഇച്ചിരി കൂടുതൽ വേണം, എന്നാലേ അതിന് രുചി കൂടുതൽ കിട്ടുള്ളൂ. കുറച്ചധികം ഉള്ളിയും
വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ളിയും വെളിച്ചെണ്ണയും ചേർന്നാൽ മാത്രമേ കൂർക്കയ്ക്ക് രുചി കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ കൂടെ 2-3 വറ്റൽമുളകും കൂടി ഇടാം കേട്ടോ. 2-3 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ കൂർക്കയ്ക്ക് ആവശ്യമായ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി 2 കൂടെ ചേർത്താ ഇടുന്നേ, കുറച്ച് കളർ കിട്ടാൻ വേണ്ടി. ലേശം കളറുള്ള മുളകും പൊടി ഇടുകയാണ്. കൂർക്കയ്ക്ക് ചുമപ്പും മഞ്ഞയും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറുണ്ടല്ലോ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർന്ന് വരുന്നൊരു നല്ലൊരു ഗോൾഡൻ ചുമപ്പെന്ന് വേണമെങ്കിൽ പറയാം. അത് കൂർക്കയ്ക്ക് കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഇത് നല്ല രീതിയിൽ ഒലർന്ന് വരണം. അത് നല്ല രീതിയിൽ ഇളക്കി എടുക്കുക. നമ്മൾ കൂർക്കയിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ പാകം നോക്കി ഉപ്പിടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത് ചെറിയ തീ കിടന്ന് ഇത് നല്ല രീതിയിൽ ഒലർന്ന് വരണം. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഒന്നും ഇപ്പോൾ ഇതിൽ കാണാനില്ല. ഈ കൂർക്കയിലൊക്കെ കൂർക്ക വലർത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ആവശ്യമാണ്. വെളിച്ചെണ്ണയും ഉള്ളിയും അതുപോലെ തന്നെ നല്ല സാധാരണ കറികൾ വലർത്തുന്നതിനേക്കാൾ കൂടുതൽ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും ഈ കൂർക്ക ഉലർത്തിയതിൽ ആവശ്യമാണ്. എന്നാലേ അതിൻ്റേതായ രുചി കിട്ടുള്ളൂ. പിന്നെ ഇത് ചെറിയ തീ കിടന്ന് നല്ല രീതിയിൽ ഉലർന്ന് വരണം. ഇത് നല്ല രീതിയിൽ ഉലർന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഉള്ളിയും മുളകും ഒക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂർക്ക ഇട്ട് ഇളക്കി ഒരു 20 മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഇളക്കി ഇതുപോലെ ഡ്രൈ ആക്കി എടുത്താൽ മാത്രമാണ് കൂർക്കയ്ക്ക് നല്ല രുചി വരികയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റോളം ചെറിയ തീ കിടന്ന് അല്ലെങ്കിൽ കനലിലോ അല്ലെങ്കിൽ ചെറിയ തീയിലോ ഇട്ട് ഇതുപോലെ ഈ കൂർക്കയുടെ വെള്ളം എല്ലാം വലിഞ്ഞ് ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ സ്വാദ് ഈ കൂർക്കയിലേക്ക് കയറിയാലേ കൂർക്കയ്ക്ക് ടേസ്റ്റ് ആവുള്ളൂ. ഒരു 20 മിനിറ്റ് നേരം ഞാൻ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതുപോലെ ആക്കി ചെറിയ ഉള്ളിയൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഇത് ഇളക്കി കൊണ്ടിരുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നല്ല രുചിയാണ് ഈ കൂർക്കയ്ക്ക്, നല്ല ടേസ്റ്റാണ്. കയ്യിൽ കറ പുരളാതെ എളുപ്പത്തിൽ തോല് കളഞ്ഞ് നമുക്കിതുപോലെ നല്ലൊരു കൂർക്കത്തോരൻ ഉണ്ടാക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.